ജീവ പുനർനിർമ്മാണത്തിലെ സാങ്കേതികത്വം ഭാഗം 4. ജീവരൂപത്തിൻ്റെ ശുഷ്കവും തനതായ അഖണ്ഡത ഇല്ലാത്തതുമായ ആദ്യാവസ്ഥ കാണിക്കുന്നത് ജീവന്റെ പരിണാമവിധേയമാകാവുന്ന അടിസ്ഥാന സ്വഭാവത്തെ ആയതുകൊണ്ട് താത്വികമായി എത്തിച്ചേരാനാവുന്നത് ജീവന് ഏതവസ്ഥയിലേക്കും വളർന്നെത്തുന്നതിന് സാധ്യമാകുന്നു എന്നാണ്. ഭ്രൂണാവസ്ഥ മുതൽ ക്രമേണ വികസിതമായി ശാരീരികമായ വളർച്ച പൂർത്തീകരിക്കുന്നതിനൊപ്പം പ്രവർത്തനങ്ങളും അനുഭവങ്ങളും ലക്ഷ്യങ്ങളുമായി വളർച്ചയുടെ അത്രത്തോളമായ പരമാവധിയിൽ എത്തുന്ന ജീവന് തുടർ പരിണാമങ്ങൾക്ക് വിധേയമാകുന്നതിനായി അഥവാ അടുത്ത ഘട്ട പ്രവർത്തനത്തിന് യോഗ്യമാകുന്നതിനായി ജനിമൃതികളിലൂടെയുള്ള തുടർ യാത്ര ആവശ്യമായി വരുന്നു. മനുഷ്യനായി ജനിച്ച് പ്രവർത്തിക്കുന്ന ഓരോ ജീവനിലും നിക്ഷിപ്തമായിരിക്കുന്ന കഴിവുകളുടെ കേന്ദ്രീകൃത രൂപമാകുന്ന തലച്ചോറിന്റെ യഥാർത്ഥ ശേഷിയുടെ വളരെ തുച്ഛമായ ഒരു ഭാഗം മാത്രമേ ഒരു ജീവിതകാലത്തെ പ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുള്ളൂ എന്ന് ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയിലെ ശാസ്ത്രം അറിഞ്ഞ് വച്ചിരിക്കുന്നു. എന്നാൽ തലച്ചോറിന്റെ പൂർണ്ണശേഷി എന്നത് ആ ജീവന്റെ മുജ്ജന്മങ്ങളിലെ പ്രവർത്തനങ്ങളുടെയും അനുഭവങ്ങളുടെയും മുഴുവനായ സൂക്ഷ്മ സംയുക്താവസ്ഥയും ഒരു ജന്മത്തിൻ്റെതായ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നത് ആ സൂക്ഷ്മ സംയുക്താവസ്ഥയുടെ ചെറിയൊരു ഭാഗവും മാത്രം ആയിരിക്കുകയും ചെയ്യുന്നു. ജീവനിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എങ്കിലും പോയ ജന്മങ്ങളെ പരിണമിച്ച് പാകതയോളം വികസിക്കാത്ത ഒരു ജീവൻ തിരിച്ചറിയുക എന്നത് ജീവൻ എന്ന നിലനിൽപ്പിന്റെയും പ്രവർത്തനത്തിന്റെയും പ്രാപഞ്ചികമായ ലക്ഷ്യം എന്താണെന്ന വിശദീകരണം അസാധ്യമായിരിക്കുന്നിടത്തോളം അനാവശ്യവും അപകടതരവുമാകുന്നു. മനുഷ്യന്റെ കാലത്തിനൊത്ത് സംഭവിക്കേണ്ടുന്ന പ്രവർത്തനഗതിയെ ആകെ തന്നെ തകിടം മറിക്കാവുന്ന ഇவ்விധത്തിലുള്ള അനാവശ്യ സാധ്യതകളിൽ നിന്നുള്ള സംരക്ഷണം തന്നെയാണ് പോയ ജന്മങ്ങളെ അറിയാനാവാത്ത വിധമുള്ള തലച്ചോറിന്റെ പൂർണ്ണ പ്രവർത്തനക്ഷമതയില്ലായ്ക എന്ന അവസ്ഥ. പ്രവർത്തനതരമായ അനിവാര്യത അല്ലായ്ക നിമിത്തം പൂർവജന്മങ്ങൾ തലച്ചോറിൽ നിദ്രാവസ്ഥയിൽ ആയിരിക്കുന്നതിനാൽ സ്ഥൂലമായും സൂക്ഷ്മമായും വേണ്ടിയിരിക്കുന്ന അനുഭവതലം ഇല്ലാതെ വരികയും പോയ കാലങ്ങളെ ജീവന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. പലവിധമായ സ്വഭാവ വിശേഷങ്ങളും താൽപ്പര്യങ്ങളും ഗുണദോഷങ്ങളും ലക്ഷ്യബോധത്തിലെ വൈവിധ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു ജീവനെങ്കിലും ശരീരം നഷ്ടമാവുക എന്ന മരണത്തിന് ശേഷം സൂക്ഷ്മാവസ്ഥയിൽ നിലനിന്ന് കാലത്തിന്റെ പരിപാകതയിലൂടെ പുനർജന്മം പ്രാപ്തമാവുമ്പോൾ മുജ്ജന്മത്തിൻ്റെതായ ഏതെങ്കിലും ഓർമ്മയോടുകൂടിയോ പ്രത്യക്ഷമായ അടയാളം ഉൾക്കൊള്ളുന്ന അറിവോടുകൂടിയോ പോലും ജനിക്കുന്നതായി വരുന്നില്ല. പൂർവജന്മത്തിൻ്റെതായ ഓർമ്മകളോ അടയാളങ്ങളോ പോലും ഇല്ലാത്തതിനാൽ തന്നെ ജീവൻ മരിച്ചതിനു ശേഷം തുടർന്ന് ജനിക്കുന്നുവെന്നും മുജ്ജന്മത്തിന്റെ ബാക്കി എന്നവണ്ണം പ്രവർത്തിച്ച് നിൽക്കുന്നുവെന്നും വിചാരിക്കുന്നതിന് സാധാരണഗതിയിൽ സാധ്യമാകുന്നില്ല. പോയ ജന്മങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ മനസ്സിലാക്കാനാവാതെ വരുന്നത് അനിവാര്യതയല്ലായ്ക കൊണ്ട് പിൻകാലങ്ങളെ കണ്ടെത്താനുള്ള തലച്ചോറിന്റെ ശേഷി ഉപയോഗപ്പെടുത്താതിരിക്കുന്നു എന്നതിനാലും അത്രത്തോളം കണ്ടെത്തുന്നതിന് തക്കവണ്ണം തലച്ചോറിന്റെ പ്രവർത്തനം വികാസം പ്രാപിക്കാതിരിക്കുന്നതുകൊണ്ടുമാണ്. പ്രത്യക്ഷമായ അനുഭവങ്ങൾ വെച്ച് മാത്രം വിലയിരുത്തുമ്പോൾ ജീവശേഷി എന്നത് ശരീരം എന്ന അതിസങ്കീർണതയുടെ കേവലമായ പ്രവർത്തനം തന്നെയാണ് താനും. ജീവപ്രവർത്തനത്തെ ജീവിതം എന്ന അർത്ഥത്തിൽ കാണുന്ന ശാരീരിക പ്രവർത്തനം എന്നതായി മാത്രം വിലയിരുത്തുമ്പോൾ ജീവശേഷി എന്നത് ശരീരത്തിന്റെ നാശത്തോടെ അവസാനിക്കുന്നതായി വിചാരിക്കുന്നതിന് മാത്രമാണ് സാധ്യമാവുന്നത്. എന്നാൽ മരിച്ചതിന് ശേഷം യോഗ്യതയ്ക്കൊത്ത് നിശ്ചിതകാലം അനിവാര്യമായ സൂക്ഷ്മ തലങ്ങളിൽ വസിച്ച് വീണ്ടും ഭൂമിയിൽ ജനിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുന്ന ജീവന് പ്രവർത്തനാരംഭം എന്നത് അത്യല്പമായ കാര്യങ്ങൾ മാത്രമായി വരുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തെ നിലനിർത്തുന്നതിന് ആവശ്യമുള്ള ഭക്ഷണം പോലും സ്വയമായി കണ്ടെത്തി കഴിക്കുന്നതിന് ജനനം മുതലുള്ള വളരെ കാലത്തേക്ക് സാധിക്കുന്നുമില്ല.
ജീവിച്ചു തുടരുക എന്ന അത്യന്തം പ്രധാനപ്പെട്ട പ്രാഥമിക ആവശ്യ നിർവഹണം പോലും ജീവിതാരംഭകാലത്ത് പൂർണ്ണമായും മുതിർന്ന ജീവനുകളെ ആശ്രയിച്ച് നിർവഹിക്കേണ്ടതായിട്ടുമിരിക്കുന്നു. ജീവിതാരംഭം എന്ന ജീവന്റെ സമ്പൂർണമായ സ്വയം പ്രവർത്തനശേഷി ഇല്ലാത്ത അവസ്ഥ എന്നത് പ്രകൃതിയിൽ ആദ്യമായി ഉത്ഭവം കൊണ്ട ജീവന്റെ അവസ്ഥയ്ക്കു തുല്യമായ തനിയാവർത്തനം തന്നെയായി പരിണാമഘട്ടങ്ങൾ ഏറെ കടന്നതിന് ശേഷവും ജീവനുകളിൽ സംഭവിക്കുകയാണ്. പരിണാമഘട്ടങ്ങൾ ഏറെ താണ്ടി പ്രകൃതിശേഷി സൂക്ഷ്മമായി ആർജിച്ചു വളരുന്ന സ്വയം പ്രവർത്തനക്ഷമതയായ ജന്തുക്കൾക്കും മനുഷ്യർക്കും സൗരയൂഥമൊന്നാകെ ചെയ്ത പ്രവൃത്തികളുടെ അവകാശവും അർഹതയും പരിചയത്തിലൂടെ കൈമാറുന്നു എന്നതാണ് മുകളിൽ പറഞ്ഞ വിധമുള്ള പ്രവർത്തന വിശേഷങ്ങളുടെ കാരണമായി നിലകൊള്ളുന്നത്. ആദി ജീവരൂപത്തിന് ജന്മം കൊടുത്തതും ചലിപ്പിച്ചതും നിയന്ത്രിച്ചതുമെല്ലാം പൂർണ്ണജീവനായ പ്രകൃതി നേരിട്ടായിരുന്നുവല്ലോ. ജീവൻ ജനിച്ചതിനു ശേഷം ജ്യോതിർഗോള പ്രവർത്തനങ്ങൾ മുഖാന്തരമായി ജീവശേഷിക്ക് ആനുപാതികമായ വളർച്ച പ്രാപിക്കുകയും ജീവന്റെ യോഗ്യതയ്ക്ക് ആനുപാതികമായി ജീവിതമായി ഭൂമിയിൽ കുറേക്കാലം നിലകൊള്ളുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു. ജീവശേഷി അതീവ സൂക്ഷ്മവും ജ്യോതിർഗോള വിശേഷങ്ങളാൽ ജനിച്ചതും രൂപം പ്രാപിച്ചു വളരുന്നതും ആയതുകൊണ്ട് ജീവശേഷിക്ക് ആനുപാതികമായി ഗോളപ്രവർത്തനങ്ങളുടേതായ ഒരു നിശ്ചിത കാലത്തേക്ക് സൂക്ഷ്മാവസ്ഥയിലെ അനുഭവങ്ങളുമായി ചേർന്നിണങ്ങി നിൽക്കേണ്ടത് അനിവാര്യതയാകുന്നു എന്ന് ബോധ്യപ്പെടാനാവുന്നു. ഇപ്രകാരം പ്രാപഞ്ചികമായ നിക്ഷിപ്തതയായി ജീവനിൽ ജീവിക്കാനുള്ള ശക്തമായ ത്വര വന്നു നിറയുകയും ചെയ്യുന്നു. ജീവൻ ശരീരം വെടിഞ്ഞ് ഭൂമി വിട്ടതിനു ശേഷം അനുഭവ സമ്പാദ്യങ്ങളോടെ സൂക്ഷ്മ തലങ്ങളിൽ വസിക്കുമ്പോഴും പ്രപഞ്ച കാരണശേഷിയെ ആവാഹിക്കുക എന്ന ത്വര ഉൾക്കൊണ്ടു നിൽക്കുകയും പുനർജന്മമെടുക്കുകയും ജീവിതം എന്നതായി പ്രവർത്തിച്ച് തുടരുകയും ചെയ്യുന്നു. ഭൗമ പ്രവർത്തനത്തിൻ്റെയും സൗരയൂഥത്തിൻ്റെ ആകെ തന്നെയും പ്രവർത്തന സ്വഭാവം ജീവനുകൾക്കിടയിൽ സംഭവിക്കുന്ന ബന്ധങ്ങളുടെ ബലത്തെ എടുത്തു കാണിച്ച് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുമാണ്. ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തന ഫലമായി ഉത്ഭവം കൊള്ളുന്ന ഓരോ ജീവനും ബന്ധുജനങ്ങളോടും സമൂഹത്തോടും സഹജീവികളോടും കടപ്പെട്ടവരായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് പ്രകൃതിയായി അനുഭവപ്പെടുന്ന ജ്യോതിർരൂപങ്ങളുടെ പ്രവർത്തനഗതി നാം ജീവനുകളെ അറിയിക്കുകയും ചെയ്യുന്നു. ജനിപ്പിക്കുന്നവരും ജനിക്കുന്നവരും വളർത്തുന്നവരും എന്നത് പ്രകൃതി തന്നെയും പ്രകൃതിയുടെ അഖണ്ഡത തന്നെയും ഭാവവൈവിധ്യങ്ങളോടെയുള്ള പ്രകൃതിയുടെ വിശിഷ്ടമായ പ്രവർത്തനം തന്നെയുമാകുന്നു. സകലതും പ്രകൃതിയുടെ അഥവാ പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളുടെ ഭാവവൈവിധ്യങ്ങൾ മാത്രമാകുന്നതുകൊണ്ട് ജ്യോതിർഗോളങ്ങളുടെ കൃത്യതയും അഖണ്ഡതയും പ്രകൃതിയുടെ വൈഭവം മുഖാന്തരമായി ഓരോ ജീവനും ജനിമൃതികളിലൂടെയും അതിനിടയ്ക്കുള്ള ജീവിതത്തിലൂടെയും പരിചയിച്ചു കൊണ്ടിരിക്കുകയും സ്വജീവ യോഗ്യതയും അവകാശവും ആക്കി തീർക്കുകയും ചെയ്യുന്നു. പൂർണ്ണശേഷിയായി സൗരയൂഥ കാരണത്തോളവും അതിനപ്പുറമുള്ള അവസ്ഥകളും ജീവൻ ആർജിച്ചു കഴിഞ്ഞ് ആരംഭം മുതലുള്ള ജീവപ്രവർത്തനങ്ങളിലൂടെ സംഭവിക്കുന്ന പരിചയത്തിൻ്റെ പൂർണ്ണവിനിയോഗം എന്ന നിലയിലാണ് ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിൻ്റെ കൃത്യതയും ക്ഷമതയും സംജാതമായി നിലകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇവിധം ഓരോ ജന്മത്തിനും ഇടയിലുള്ള സൂക്ഷ്മവാസകാലത്തും ഓരോ തരമായ സൂക്ഷ്മ വിശേഷങ്ങളെ ജീവൻ ഉൾക്കൊണ്ടു നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായും ഓരോ ജന്മത്തിലും ഓരോ രൂപവിശേഷം തന്നെയായിരിക്കും മനുഷ്യന് ഉണ്ടാവാൻ സാധ്യമായി വരുന്നത്. ഭൂമിയിൽ ഒരേ രൂപത്തിന്റെ തികവുള്ള ഒന്നിലധികം പേർ ഉണ്ടാവുന്നില്ല എന്നതിലൂടെയാണ് ഇതിന്റെ തെളിവ് ബോധ്യപ്പെടാനാവുന്നത്. ജീവശേഷി അവസ്ഥാമാറ്റങ്ങളിലൂടെ പൂർണ്ണതയിൽ എത്തുന്നതിന് വേണ്ടി പരിണാമഘട്ടങ്ങൾ കടന്ന് ഓരോ ജന്മമെടുക്കുമ്പോഴും മുജ്ജന്മങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയാതെ വരുന്നു എന്നതിനൊപ്പം ഉത്ഭവം എന്ന ജീവിതാരംഭത്തിൽ തികച്ചും ദുർബലനായി ആശ്രിതനായിരിക്കുവാൻ നിർബന്ധിതമായി തീരുന്നു.
ഇത്തരമൊരു അവസ്ഥാവിശേഷം എന്ന അനുഭവത്തിലൂടെ നോക്കുമ്പോൾ കാണാനാവുന്നത് മുമ്പേ പ്രവർത്തിച്ചതിന്റെ ബാക്കി എന്ന നിലയിൽ ഒരു ജീവൻ പുനർജന്മത്തിലൂടെ തുടർന്ന് പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും തിന്മ ചെയ്യുന്ന ശേഷി തുടർന്നും അത് ചെയ്യേണ്ടവനായും നന്മ ചെയ്യുന്നവൻ തുടർന്നുകൊണ്ടിരിക്കേണ്ടവനായും വരുന്നു എന്നാണ്. സ്വാഭാവികമായും ജീവന് ആവശ്യമുള്ളത് മുമ്പത്തേതിന്റെ കേവലമായ തുടർച്ച ആകുന്നേയില്ല. എല്ലാം അനുഭവിച്ചറിഞ്ഞ് പൂർണ്ണതയിൽ എത്തേണ്ടുന്ന ജീവന്റെ പുനർജന്മത്തിലൂടെ സംഭവിക്കുന്നത് എല്ലാവിധമായ പ്രവൃത്തികളുടേതും സമ്പാദ്യങ്ങളുടേതുമായ സകലവിധ ഊർജ വൈവിധ്യങ്ങളും വികേന്ദ്രീകൃതമായ മനസ്സും ഉൾപ്പെടെ ഒന്നായി ചേരുന്ന ആകത്തുകയായ വിശേഷം എന്താകുന്നുവോ അതിനൊത്ത പ്രവർത്തനത്തിന്റെ തുടർച്ച എന്നതാണ്. എല്ലാ ശേഷികളും ഉൾക്കൊള്ളുന്ന സൗരയൂഥം അതിന്റെ കാരണോർജ പുനർനിർമ്മാണമായ ജീവപ്രവർത്തനം ശരീരങ്ങളിലൂടെ ആരംഭിക്കുമ്പോൾ ജീവന് അതേക്കുറിച്ച് യാതൊരുവിധമായ അറിവും ഉണ്ടാകുന്നില്ല. എന്നാൽ അറിവുകളാവുന്ന സകലതും ഊർജ വൈവിധ്യങ്ങളായി സൗരയൂഥത്തിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുകയും ചെയ്യുന്നു. അഥവാ അവിധമായ നിക്ഷിപ്തതകളുടെ സംഗമം തന്നെയാണ് ജീവൻ എന്നതും. ഇതേപോലെ തന്നെ അറിവും പ്രവർത്തനക്ഷമതയും ശക്തിയുമൊക്കെയുള്ള ജീവനും പുനർജനിക്കുമ്പോൾ സ്വയമായി യാതൊന്നും തിരിച്ചറിയാനാവാത്തതായി വരികയും ചെയ്യുന്നു. ജീവന് അറിവ് ബോധ്യമാകുന്നതാകട്ടെ വളർന്ന് പൂർത്തീകരിക്കുന്നതിന് അനുസരിച്ചാണ് താനും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ നിന്ന് കാണാനാവുന്നത് അറിവ് എന്ന പൂർണ്ണത ജീവപരിണാമത്തിന്റെ അവസാന ഘട്ടത്തിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു എന്നാണ്. ജനിമൃതികൾ താണ്ടി കർമ്മ വൈവിധ്യങ്ങൾ കടന്ന് പൂർത്തീകരിച്ചു വരുമ്പോൾ ജീവന്റെയും മനസ്സിന്റെയും യോഗ്യതയ്ക്ക് ആനുപാതികമായി ശരീരം രൂപം കൊള്ളുകയും മുജ്ജന്മത്തിലേതിന്റെ തുടർച്ചയായി ജീവന്റെ വികേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു എന്ന് വരുന്നു. പൂർണ്ണതയോളം എത്താത്തത് നിമിത്തം സംഭവിക്കുന്ന ജീവന്റെ വീണ്ടുമുള്ള ജനനം അതേവരെ ജീവനിലും മനസ്സിലും സംഭരിതമായിരുന്ന സകലവിധ ശേഷിയും വൈഭവവും അറിവും ഒന്നാക്കി എല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം അത്യല്പമായി ജീവനായി തുടങ്ങുന്ന തനത് വൈഭവത്തെ പുനരാവർത്തിക്കുന്നു എന്നതിനെയാണ് കാണിക്കുന്നത്.